ജനതാ പാർട്ടിക്ക് കേരളം കൈപ്പിടിയിലൊതുക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരുന്നു എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞുപോയ എല്ലാ തെരഞ്ഞെടുപ്പുകളും അതുതന്നെയാണ് തെളിയിച്ചിട്ടുള്ളത്. രാജ്യം BJPയുടെ വഴിയെ പോകുമ്പോഴും കേരളം അത്രയ്ക്കങ്ങ് പാർട്ടിക്ക് പിടികൊടുത്തിട്ടില്ല. മുന്നിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ള നേതാക്കന്മാർ ഒരുപാട് വന്നു പോയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ അവരെല്ലാം പെടാപ്പാടുപെടുന്ന കാഴ്ചയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ കുതുകികളായ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂർ എടുത്തെങ്കിലും അത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് കൂടിയാണെന്ന പൊതുജന സംസാരം BJPക്ക് വലിയ ഗുണമൊന്നും ചെയ്തില്ല. തൃശൂർ MP സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുമായി. കൂടെ കേന്ദ്ര ക്യാബിനറ്റിൽ ജോർജ് കുര്യനെ കൂടി ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ ക്രൈസ്തവരെ കൂടി കയ്യിലെടുക്കാനാണ് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചത്. 2 കേന്ദ്രമന്ത്രിമാരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് ശതമാനം കണക്കിലെടുത്താൽ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്ന BJPയെ വലുതായൊന്നും സഹായിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. കേരളത്തിൽ BJPക്ക് അതിശക്തനും സർവജന സമ്മതനുമായ അധ്യക്ഷൻ വേണമെന്ന ചിന്ത ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവിൽ എത്തി നിൽക്കുന്നു. തിരുവനന്തപുരത്ത് നടന്ന BJP കോർ കമ്മിറ്റി മീറ്റിംഗിൽ രാജീവ് ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ BJP അണികൾ വലിയ പ്രതീക്ഷയിലാണെന്ന് വേണം കരുതാൻ. ഭാവിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താമര വിരിയിക്കാൻ ഈ തീരുമാനം ധാരാളമെന്ന് കരുതുന്നവരാണ് BJP പ്രവർത്തകരും സഹയാത്രികരും. അതിന് കാരണവുമുണ്ട്. പലവട്ടം മത്സരിച്ചു ജയിച്ച തിരുവനന്തപുരത്ത് വിശ്വപൗരനായ ശശി തരൂരിനെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് വിറപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞുവെന്നത് വിസ്മരിക്കാനാവില്ല. മധ്യവർഗ വോട്ടുകൾ അടപടലം BJP പോക്കറ്റുകളിലേക്ക് ഒഴുകുന്ന കാഴ്ച തരൂരിന് നടുക്കമുണ്ടാക്കിയിരുന്നു. തിരുവനന്തപുരം വാണ തരൂരിനെ വിഷമസന്ധിയിലാക്കാൻ കഴിഞ്ഞ രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടെങ്കിലും അനന്തപുരി തന്നെ ഇനി തന്റെ തട്ടകം എന്ന് ഉറപ്പിച്ചതുപോലെയാണ് തിരുവനന്തപുരത്തുകാരുടെ സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടും അഭിപ്രായം പറഞ്ഞും രാജീവ് അനന്തപുരിയുടെ ആത്മാവ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദം കയ്യിൽ വന്നതോടെ രാജീവിന് മുന്നിൽ കേരളത്തെ കാവി അണിയിക്കുക എന്ന ലക്ഷ്യം പരമപ്രധാനമായി ഉണ്ടാകും. സ്ഥാനമഴിയുന്ന K. സുരേന്ദ്രൻ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പാർട്ടിയെ മുന്നോട്ട് നയിച്ചുവെങ്കിലും അത്ര അഭിമതനല്ല എന്നതാണ് വാസ്തവം. സന്ദീപ് വാര്യർ പ്രശ്നവും പാർട്ടിക്കുള്ളിലെ തന്നെ മറ്റു പ്രശ്നങ്ങളുമൊക്കെ സുരേന്ദ്രൻ കൈകാര്യം ചെയ്ത രീതി അണികളിൽ തന്നെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. സുരേന്ദ്രൻ അധ്യക്ഷ പദം ഒഴിഞ്ഞാൽ കേരളത്തിൽ പാർട്ടിക്ക് ഗുണമുണ്ടാവുമെന്നുവരെ അഭിപ്രായം ഉയർന്നു വന്നു. ഇപ്പോഴിതാ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് പാർട്ടിയിൽ ആവേശം ജനിപ്പിക്കാൻ പോകുന്ന സാഹചര്യം ഉളവാക്കിയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ പാർട്ടിയെ നയിക്കാനെത്തുമ്പോൾ BJPക്ക് നേട്ടമുണ്ടാക്കാനുള്ള അവസരമാണെന്ന് കരുതുന്നവരാണ് പ്രവർത്തകർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ സമചിത്തതയോടെയുള്ള പ്രവർത്തനം മതിപ്പുണ്ടാക്കുന്ന തരത്തിൽ മികവുറ്റതായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് പ്രവർത്തകരിൽ പലരും. കൂടാതെ ശാപമായി നിൽക്കുന്ന പടലപ്പിണക്കങ്ങൾ ഇല്ലാതാകും എന്ന് പലരും ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിനു പക്ഷേ മറ്റൊരു മറുവശം കൂടിയുണ്ടെന്ന കാര്യം വിസ്മരിക്കാനാവില്ല. കേരള രാഷ്ട്രീയവുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ അവസരത്തിനൊത്ത് ഉയരുമോ എന്ന് സംശയിക്കുന്നവരും പാർട്ടിയിലും വോട്ടർമാർക്കിടയിലുമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വരുന്നതോടെ നായർ വോട്ടുകൾ തങ്ങൾക്ക് ഉറപ്പിക്കാമെന്ന് പാർട്ടിക്ക് വിശ്വാസമുണ്ട്. ഒപ്പം വെള്ളാപ്പള്ളി നടേശനുമായുള്ള നല്ല സൗഹൃദം ഈഴവ വോട്ടുകളെയും തങ്ങളിലേക്ക് അടുപ്പിക്കുമെന്ന് സംസ്ഥാന ഘടകം കരുതുന്നു. ക്രൈസ്തവരുമായും രാജീവിന്റെ നയങ്ങൾ ഒത്തുപോകും എന്ന് ഏവരും വിശ്വസിക്കുന്നു. ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രാജീവ് ചന്ദ്രശേഖറിന് മുന്നിൽ തന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരമാകും. പാർട്ടിയെ ഒന്നായി നിർത്താനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താമര വിരിയിക്കാൻ തന്റെ ശ്രമങ്ങൾ എങ്ങനെയൊക്കെ രാജീവ് വിന്യസിക്കുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു.